ഇന്നത്തെ റെസിപ്പി പഴം ജാമാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം ജാം നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പം ഈ ഒരു പഴം ജാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 7 മൈസൂർ പഴം എടുത്തിട്ടുണ്ട്. പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്ത പഴം എടുക്കരുത്, എന്നാൽ തീരെ പഴുക്കാത്തതും എടുക്കരുത്. അത്യാവശ്യം പഴുത്ത പഴം എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഴത്തിന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഈ ഒരു പഴം ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പഴത്തിനെ കുക്കറിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 പഴം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഴം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഈ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. 2 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ ഈ ഒരു പഴം വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ പ്രഷർ മുഴുവനും പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ പഴം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു വെന്ത് വന്ന പഴം നമുക്ക് ഈ വെള്ളത്തിൽ ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴം ചെറുതായി ഒന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു ബൗൾ വെച്ച് ഇതിൽ ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പഴം അരിപ്പയിലിട്ടതിന് ശേഷം കുറച്ച് സമയം അരിപ്പ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം മുഴുവനും ബൗളിലേക്ക് ഇറങ്ങി വരും. ഇനി നമുക്ക് പഴം ഒന്നും കൂടി പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി എടുക്കാം. അപ്പോൾ ഈ ഒരു പഴം ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ വെള്ളം ഒന്നുകൂടി അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ജാം തയ്യാറാക്കുന്നത് ആ പാത്രത്തിൽ ഈ ഒരു പഴത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പയിൽ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. കാരണം നമ്മൾ പഴം പ്രസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പഴത്തിൻ്റെ പൊടികളെല്ലാം ഈ ഒരു വെള്ളത്തിലുണ്ടാകും. ഒട്ടും പൊടിയില്ലാത്ത വെള്ളമാണ് നമുക്ക് വേണ്ടത്. അപ്പം ചെറിയ അരിപ്പ വെച്ച് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അരിച്ചെടുത്ത പഴത്തിൻ്റെ വെള്ളത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഈ ഒരു പഴത്തിൻ്റെ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞ് വരണം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ചേർക്കുന്നത് ഗ്രാമ്പു ആണ്. ഞാനിവിടെ 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഈ ഗ്രാമ്പു കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് വേണം നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ വെള്ളം നല്ല തീയിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നല്ല ചൂടിൽ തിളച്ച് വരുമ്പോൾ മാത്രമേ നമ്മുടെ ജാം നന്നായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ചൂടായി തിളച്ച് കളറിലൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. കുറച്ചധികം സമയം എടുക്കും. എന്തായാലും ഒരു 10-25 മിനിറ്റ് എടുക്കും ഇതൊന്ന് തിളച്ച് കുറുകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തിളക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ വെള്ളം കളറ് മാറി വരുന്നുണ്ട്. നന്നായി തിളച്ച് കുറുകി വരുന്നതിനനുസരിച്ചിട്ട് കളർ നല്ലോണം മാറി വരും. നല്ല റെഡ് കളറായിട്ട് വരും. ഇപ്പം ഈ ഒരു പഴത്തിൻ്റെ വെള്ളം നന്നായി തിളച്ച് കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഈ ഒരു ഗ്രാമ്പു പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഈ ഒരു ഗ്രാമ്പു മാറ്റിയതിന് ശേഷം വീണ്ടും നന്നായി തിളപ്പിച്ചെടുക്കുക. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്ത് ഇങ്ങനെ ഒരു നൂല് പോലെ നേരിയ ഒരു നൂല് പോലെ വരണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് തൊടുന്ന സമയത്ത് ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിച്ച് ഒരു നേരിയ നൂല് പോലെ ആയി വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിൽ കൂടുതൽ നമ്മൾ തിളപ്പിക്കരുത്. ഇതിൽ കൂടുതൽ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാം ഒരുപാട് കട്ടിയായി പോകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യുമ്പോഴത്തേക്കും കളർ കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ടാകും. നല്ല റെഡ് കളറായി വന്നിട്ടുണ്ടാകും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് ജാം മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബൗളിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ആ ബൗളിൽ നിന്ന് ഇത് കുറച്ചുകൂടി ഒന്ന് സെറ്റായിട്ട് വരും. അപ്പോൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ജാം ഈ ഒരു ബൗളിൽ നിന്ന് ചൂടെല്ലാം പോയി നല്ല തണുത്ത് കട്ടിയായി വരണം. കുറച്ച് സമയം എടുക്കും. ഒരു 1-2 മണിക്കൂർ വെച്ചാലാണ് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരിക. ഇപ്പം ഒരു കുറച്ച് ചൂട് പോയിട്ടുണ്ട്. ഇപ്പം തന്നെ കുറച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. കുറച്ചധികം സമയം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിട്ട് സെറ്റായിട്ട് വരും.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജാമിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.